ഇപ്പൊ ഈ 500 വയസ്സിന്റെ കേസൊക്കെ ഇപ്പളെ പറയാൻ പറ്റുള്ളൂ. നമ്മ 1 മില്യൺ ഒക്കെ അടിച്ച പിന്നെ ഈ 500 വയസ്സ് പറയാൻ പറ്റില്ല. പിന്നെ 5 ലക്ഷം 9,000 ഒക്കെ പറയേണ്ടി വരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സുട്ടുമോൻ യൂട്യൂബ് ചാനൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കാതെ 500 വ്യൂസും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കട്ട് 139 വരെ എത്തി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡിൽ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ക്യാഫറ്റീരിയയിൽ ഒരു 15-20 മിനിറ്റ്സിൻ്റെ ചർച്ചയ്ക്ക് ശേഷം നമ്മളൊരു പ്ലാൻ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു സ്ഥലം ലെഷർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, അൽനാസർ ലെഷർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലം. അല്ല, അവിടെ പോയിട്ട് നമ്മൾ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നൊക്കെ. വണ്ടി അവിടെ എവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. പോണ വഴിക്ക് നമുക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണിച്ചു തരാം. ഞങ്ങളുടെ 3 എണ്ണത്തിൻ്റെ ഇങ്ങോട്ട് തിരിഞ്ഞേ. ഓ, കാഷ്വൽ, നൈസ്, ഗുഡ് വൺ. അഖിൽ തിരിയടാ. ഓ, ബൂട്ട്സ് ഉണ്ടല്ലോ അവൻ്റെ. ബൂട്ട്സ് അല്ല, ഞാൻ പെർഫെക്റ്റ്. ഗൈസ്, ഞങ്ങളെത്തി, സെറ്റാക്കുന്നു. നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് നമ്മൾ അവിടെ എത്തി തീരുമാനിച്ചു. ഗൈസ്, നമ്മളപ്പോ കറങ്ങി തിരിഞ്ഞ് ബോളിങ്ങിൻ്റെ അവിടെ എത്തിയിരുന്നു. ആദ്യമായിട്ടാണ് കളിക്കണേ, അല്ലാതെ പറ്റങ്ങളൊക്കെ ആദ്യമായിട്ട് കളിക്കണേ. മാക്സിമം ഒരാൾ പറഞ്ഞിരുന്നുണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുന്നു ചോദിച്ചിട്ട്. എനിക്ക് തോന്നുന്നു അവരുടെ എക്യുപ്മെന്റ്സ് കേടാവൂലോ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ. നാല് 8 ഓക്കെ, ആയിക്കോട്ടെ. Meanwhile, ചിലവരുടെ റെഡി ആവും, ചിലവരുടെ റെഡി ആവില്ല. എൻ്റെ റെഡി ആയില്ല. 1 minute later. ഗൈസ്, അറ്റ് ലാസ്റ്റ് 100, 104, 48, 100. ഗൈസ്, നമ്മളിപ്പോൾ മറ്റേ ബൗളിങ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നിനക്കോ? നമ്മൾ ആദ്യമായിട്ട് കളിക്കണം. ഇവൻ എപ്പോഴൊക്കെയോ കളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു. ടച്ച് പിടിക്കാൻ കുറേ സമയം എടുത്തു, പക്ഷേ നല്ലതായിരുന്നു. ലീഡ് പിടിച്ചതാ. പിന്നെ ഞാൻ അവസാനം ഓവർടേക്ക് ചലഞ്ച് ഇപ്പൊ കളിക്കാനല്ല, അടുത്ത വ്ളോഗിൽ. നീ എന്തിനാ പറയുന്നത്? ആളതിലില്ല, സ്കില്ല് പിടിക്കാൻ തന്നെ കുറെ സമയം എടുത്തു. അപ്പോഴേക്കും കളി കഴിഞ്ഞു. അടുത്തത് ചെയ്യാൻ പോണത് ഐസ് റിങ്ക് എന്ന് പറയും. മറ്റേ ഐസ് റിങ്ക് സ്ഥലത്തിന് പറയുന്നത് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ പോകും. അപ്പോൾ അത് ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ കാണിച്ചു തരാം. ആരുടെ പല്ല് പോവും, ആരുടെ കൈയോടെ ഒന്നും പറയാം. സാധനം കിട്ടിയിട്ടുണ്ട്.
ഏയ് ഇത് നമ്മ കല്ലക്കുവെങ്കിലേ ആരുടെയൊക്കെ പല്ല് പോവാം വൈഡ ഫോളോ ചെയ്താൽ മതി. ഓക്കെടാ. എഴുന്നേറ്റ് നോക്കട്ടെ. നടന്നേ എടാ, നീയോ എഴുന്നേറ്റ് നടന്നേ. ഇത് കോമഡി ആവും തോന്നിണ്ടിരിക്കും. ഇതാണ് ഐസ് റിങ്ക്. ഇതേനാ സ്കില്ലായിട്ടുള്ള ടീംസ് നടന്നു പോകണം. നോക്കൂ, ഞാൻ കയറിയിട്ടില്ല, ഞാൻ കയറാൻ പോകുന്നുള്ളൂ. മച്ചാൻ എന്താ സ്കില്ലുണ്ട്. ഫോൺ ഇടരുത്, ഒന്നും പറയാൻ പറ്റില്ലടാ. ഇതൊന്നും എൻ്റെ കയ്യിലല്ല. 2 മണിക്കൂർ. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഇങ്ങനെയാണ് പഠിക്കുക. നമ്മ അടി അടിയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ചുമര വെച്ചാൽ നിന്നോ. അതിന് സ്കില്ലുണ്ട്. ഡേ ഇവിടെ എത്തിയില്ലേ? നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യിക്കണം. കുറച്ച് കറങ്ങി ബ്രേക്കാൻ മാത്രം പഠിച്ചില്ലടാ, ബാക്കിയൊക്കെ സെറ്റാ. നമ്മുടെ ബഡ്ഡീസ് ഇവിടെ ചുമരുമചാരി വരുന്നുണ്ട്. നമ്മൾ ബോൺ സ്കിൽഡ് ആയതുകൊണ്ട് നൈസ് എക്സ്പീരിയൻസ്. അവിടെ ഇഷ്ടമാതിരി ആയി കയറും ചെയ്യുന്നുണ്ട്. ഇനി വിട്ടിട്ട് ഓടിച്ചു നോക്ക്. കുറച്ച് റെസ്റ്റ് എടുക്കാം. കാല് കഴിച്ചു അതിനുണ്ട്. എളുപ്പല്ല. അതിനുണ്ട് എളുപ്പമല്ല, പക്ഷേ നൈസ് തന്നെ, രസമുണ്ട്. അപ്പോൾ ഗൈസ് 50 dirhams 2 hours പെർ ഹെഡ് കിട്ടാം. അപ്പം അതിൽ നമുക്ക് ഈ ഷൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇനിയൊരു അരമണിക്കൂറും കൂടി ഉള്ളൂ. അവന്മാർ നിർത്തി റെഡി ആയി കുറേ പേര് സ്പീഡിൽ അവന്മാർ നിർത്തി. ഞാനും നിർത്താറായി. അടുത്ത് മീൻസ് കാലൊക്കെ കാണിച്ച്. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്തു. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. മുന്നേ ഞാൻ റോളർ സ്കേറ്റ് ചെയ്ത പരിചയത്തിൽ കുറച്ച് ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പമായിരുന്നു. കുറച്ച് ഇഞ്ചറി ഉണ്ടായി ഇവിടെ ഒന്ന് എൻ്റെ കൈ. ഇത് നീര് വരും, നാളേക്ക് എന്താണെന്ന് അറിയില്ല. പണിക്ക് പോകാൻ പറ്റിയാൽ മതി. എനിക്കോ കാല് മൊത്തം തൊലി പോയേക്കാം. ഷൂ ഒന്നും ഇടാണ്ട് നടക്കണം. ശരി, അപ്പോൾ ഞങ്ങൾ അടുത്തത് നല്ല ഫുഡൊക്കെ കഴിച്ച് പിടിക്കും. ഓക്കെ, ഗൈസ് ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അടുത്ത പ്രാവശ്യം കറക്റ്റായിട്ട് കാണിക്കാത്. അല്ല, അടുത്ത പ്രാവശ്യം മര്യാദക്ക് ഫുഡ് എന്നാണ് കഴിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് 5 സീൻ കണ്ടിട്ട് ഞാൻ പറയാം. ഫുഡ് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, കാണിക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും കാണിക്കാം. ഓക്കെ, അതോടുകൂടി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ.